ഗൈസ്, ഇന്ന് നമ്മൾ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ബാറ്ററിയാണ്. ഇതൊരു ഇലക്ട്രിക്കൽ വണ്ടിയുടെ ഒരു ബാറ്ററിയാണ്. TVS എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാറ്ററിയാണത്. നോക്കൂ ഗൈസ്, ഇതാണ് ഇപ്പോൾ വരുന്ന ഇലക്ട്രിക്കൽ വണ്ടിയുടെ പുതിയ ടൈപ്പ് ബാറ്ററിയാണിത്. ഇത് അത്യാവശ്യം ഒരു നല്ല വിലയുള്ള ഒരു ബാറ്ററിയാണ്. ഏതാണ്ട് ഒരു 30,000 സംതിങ് വില വരുന്ന ഒരു ബാറ്ററിയാണ്. ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്താണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കാം ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ഇത് പൊട്ടിച്ച് നോക്കിയാണ്. ഇതൊരു ബോർഡാണിത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം മറ്റേ ഫ്ലവർ ടൈപ്പാണിത്. അപ്പോൾ അത് അഴിക്കുന്ന സ്ക്രൂ ഡ്രൈവറാണ് ഇത് ഫ്ലവർ ആയിട്ടുള്ളത്. ഇത് വെച്ചാണ് അത് അഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അഴിക്കാം. അപ്പോൾ അതിൻ്റെ സ്ക്രൂസ് എല്ലാം അഴിച്ച് നമുക്ക് ഒട്ടിച്ച് നോക്കാം. നോക്കി ഗൈസ്, ഇതിൻ്റെ അകത്തുള്ള സാധനമാണ് ഈ കാണുന്നത്. ഇതെന്താണെന്ന് അറിയില്ല, അത് പ്ലാസ്റ്റിക് ആയിരുന്നു തോന്നുന്നു. ഇതിൻ്റെ ഈ സാധനം, ഈ ബോർഡും നമുക്ക് അഴിച്ചു നോക്കാം, എന്താണെന്നുള്ളത് നോക്കാം.
നോക്കൂ ഗൈസ്, ഇതതിൻ്റെ ഓരോ ഷെല്ലുകളാണെന്ന് തോന്നുന്നു. ഇതൊരു ഷെല്ല്, ഇതൊരു ഷെല്ല്, അങ്ങനത്തെ ഓരോ ഷെല്ലുകളാണെന്ന് തോന്നുന്നു. നമുക്കിതിൻ്റെ സൈഡും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. സൈഡിലും കുറച്ച് സ്ക്രൂസ് ഉണ്ട്, അതും കൂടി കഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ്. ഗൈസ്, ബാറ്ററിക്ക് അന്യായ പവറാണ്. ഇത് നോക്കിയേ, ഇപ്പൊ പൊട്ടിയതാണ് ഇത്. ഈ രണ്ട് ഇതും കൂടി കൂട്ടി വെച്ചപ്പോൾ നല്ല പവറുള്ള ബാറ്ററിയാണ്. ഇത് നോക്കിയേ, ഇതിവിടെ ഈ ഭാഗം കുഴിഞ്ഞു പോയി. ഇതിപ്പോൾ ഇവിടെ പൊട്ടിയതാണ്, ഈ ചാർജ് ചെയ്ത് പൊട്ടിയതാണ്. ആഴ്ച വല്ല പൊട്ടിത്തെറിക്കാന്നറിയില്ല, നോക്കാം. ഇവിടെ ഒരു 4 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം അഴിച്ച് ഇതൊന്ന് പൊക്കി നോക്കാം. അതിലടിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഇത് അത്യാവശ്യം ചാർജറിലാണ്, നമുക്കൊന്ന് നോക്കാം എന്തായാലും ചാർജ് ഉണ്ടാകും.
ചാർജ് ഉള്ളതാണ് കേട്ടോ. കാലത്തിന് ചാർജ് ഉണ്ട്, നല്ല ചാർജ് ഉണ്ട്. ഇത് അത്യാവശ്യം ചാർജുള്ളൊരു ബാറ്ററിയാണ്. ഇതേക്കുള്ള സാധനങ്ങൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. ഇതായിരുന്നു. നോക്കൂ ഗൈസ്, ഇതിൻ്റെ സൈഡ് മെഴുകാണ്. ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് മെഴുകാണിത്. ഇതത് ഷോർട്ടാകാതിരിക്കാനും ഇൻസുലേറ്റ് ചെയ്തിരിക്കാനും വേണ്ടി വെച്ചേക്കണമെന്ന് തോന്നുന്നു. ഇതൊരു കോപ്പറിൻ്റെ ഇതാണ്, നീഡിലാണ്. ഈ മെറ്റീരിയൽ ഇത് കോപ്പറാണ്. അവിടെയുണ്ട്. ഇത് രണ്ട് സൈഡിലും കോപ്പറുണ്ട്. അതിൻ്റെ സൈഡിലും അതിൻ്റെ കോപ്പറുണ്ട്. പിന്നെ ഇതൊക്കെ സ്റ്റീലാണ്. സ്റ്റീലാണിത്. ഇത് രണ്ടും അറ്റത്ത് തമ്മിൽ യോജിപ്പിക്കുന്ന ഷെല്ലുകൾ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ഇത് രണ്ടും. അത് രണ്ടും കോപ്പറാണ്, ബാക്കിയെല്ലാം സ്റ്റീലാണ്. ഇത് ഓരോ ഷെല്ലുകളാണിത്. 1 2 3 4 ഓരോ ഷെല്ലുകളാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ സാധനം ഇതാണ്. ഇതതിനെ ഇത് ചെയ്യാനായിട്ട്, അതായത് റെസിസ്റ്റ് ചെയ്യാനായിട്ട്, തമ്മിൽ ഷോർട്ടാകാതിരിക്കാനായിട്ടാണ് ഒരു മെഴുകിൻ്റെ ഒരു മെറ്റീരിയൽ. പക്ഷേ എന്താ പറയുക, മെഴുകെന്ന് പറയുമ്പോൾ ഒരു ക്യാൻഡിലിൻ്റെ അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതെന്ന് പറയുന്നത് അലൂമിനിയമാണിത്. ഇതിൻ്റെ ബോഡി അലൂമിനിയമാണ്. രണ്ട് സൈഡും അലൂമിനിയമാണ്. പിന്നെ അതിൻ്റെ മേളിലുണ്ടായിരുന്ന സാധനം, അതിൻ്റെ മേളിലൊരു ബോർഡും ഉണ്ട്. ഇതായിരുന്നു അതിൻ്റെ ക്യാപ്പ്. ഇതതിൻ്റെ സർക്യൂട്ട് ബോർഡ്. പിന്നെ ഇതും അതിൻ്റെ മേളിലുണ്ടായിരുന്നൊരു ബോർഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് കോപ്പറൊന്ന് പിടിക്കാൻ നോക്കാം. ഇതിൻ്റെ കോപ്പർ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇത് രണ്ടും ഇതും കോപ്പറാണ്. ഇത് രണ്ടും എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കാം. ഇതൊരു റബ്ബർ മെറ്റീരിയലാണ്. ഇത് നോക്കി, ദിസ് ഇസ് റബ്ബർ മെറ്റീരിയൽ. ഓരോരോ ഷെൽസാണിത്. 1 2 3 4 5 ഇതെല്ലാത്തിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് വെച്ചാണ് ഓരോ ഷെല്ലിനെയും. ഇതാണ് ഗൈസ് അതിൻ്റെ അകത്തുനിന്ന് അഴിച്ചെടുത്ത കോപ്പർ ലീഡ്. ഇത് കോപ്പറാണ്. ഇതാണ് ഷെല്ലുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. ഇതതിൻ്റെ കവറ്, ഇതതിൻ്റെ ടോപ്പ്, അതിൻ്റെ ഒരു ബോർഡുണ്ട്, പിന്നെ അതിൻ്റെ ഒരു ബോർഡ്. ഓക്കെ ഗൈസ്, ഇത്രയുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ ഗൈസ്.